ആഗോള ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ കോട്ടയം പുതുപ്പള്ളി പള്ളിയിൽ ചരിത്രപ്രസിദ്ധമായ പെരുന്നാളിന് കൊടിയേറിക്കഴിഞ്ഞു. 10,000-കണക്കിന് വിശ്വാസികൾ ഇനിയുള്ള ദിവസങ്ങളിൽ പുതുപ്പള്ളി പള്ളിയിലേക്ക് ഒഴുകിയെത്തും. അപ്പോൾ ഇന്നത്തെ ദൈവമേ കൈതൊഴാമിൽ പുണ്യാളന്റെ വിശേഷങ്ങളാണ്. പൈശാചിക തിന്മകളുടെ അന്തകനായ വിശുദ്ധ ഗീവർഗീസ് സഹദാ പുണ്യാളന്റെ നാമത്തിലുള്ള പൗരാണിക ദേവാലയമാണ് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി. പുതുപ്പള്ളി പള്ളിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഒറ്റ നോട്ടത്തിൽ 3 പള്ളികൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന അനുഭവം. ഇന്ത്യൻ വാസ്തുവിദ്യാ സങ്കല്പവും ശില്പചാരുതയും പഴമയുടെ തനിമയും നിലനിർത്തിയാണ് പല കാലങ്ങളിലായി പള്ളിയുടെ പുനരുദ്ധാരണം പൂർത്തിയാക്കിയത്. ഈ കുരിശിൻ തൊട്ടിയും 18 പടികളും കണ്ടാൽ ഏതൊരാളും പുതുപ്പള്ളി പള്ളി തിരിച്ചറിയും. 84 തിരികളാണ് കുരിശിൻ തൊട്ടിക്കുള്ളത്. ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരെയും 72 അറിയിപ്പുകാരെയും പ്രതിനിധീകരിക്കുന്നു. പെരുന്നാൾ ദിനങ്ങളിൽ മാത്രം പുറത്തെടുക്കാറുള്ള 401 പവൻ തൂക്കമുള്ള പൗരാണികമായ പൊന്നിൻ കുരിശും പുതുപ്പള്ളിയുടെ ചരിത്രത്തെ സുവർണ ശോഭിതമാക്കുന്നു. കൂർമ്മ ആകൃതിയിലുള്ള പാദത്തോടു കൂടിയ പുതുപ്പള്ളി കുരിശ് അതിൻ്റേതായ തനിമ നിലനിർത്തുന്നുണ്ട്. പുതുപ്പള്ളിയിലെ 401 പവനുള്ള പൊന്നിൻ കുരിശ് അത് പ്രധാന പെരുന്നാൾ ദിവസമാണ് പുറത്ത് എടുത്ത് അതിൻ്റെ പ്രദക്ഷിണത്തിൻ്റെ സമയത്താണ് ഭക്തജനങ്ങൾക്കത് വന്ന് കാണുവാനും അനുഗ്രഹം പ്രാപിക്കുവാനുള്ള സമയം. കൊടിമരമിടിയിൽ, വിറകിടിയിൽ, അരിയിടിയിൽ, വെച്ചൂട്ട്, കോഴി നേർച്ച, പ്രദക്ഷിണം തുടങ്ങിയ തനതായ നിരവധി സവിശേഷതകൾ ഇവിടെയുണ്ട്. മെയ് 5, 6, 7 തീയതികളിലായി പ്രധാന പെരുന്നാൾ ആഘോഷങ്ങൾ. 7-ന് വിപുലമായ വെച്ചൂട്ട് നേർച്ച സദ്യയും നേർച്ചയപ്പം വിതരണവും നടക്കും. കോട്ടയത്തെ എല്ലാ മനുഷ്യരുടെയും ആഘോഷങ്ങളിൽ പുതുപ്പള്ളി പള്ളിയുമുണ്ട്. പ്രകൃതി മനോഹരമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനയുടെ സംഗീതമുയരുന്നു. ന്യൂസ് മലയാളം, കോട്ടയം.